പുറക്കോടെ പിന്നെ ഇതങ്ങനെയല്ല ഇപ്പൊ പിടിച്ച സാധനം ഇപ്പൊ കിട്ടിയതാണ്. പാമ്പാട്ടികൾ അവര് അതിന്റെ വെട്ടപ്പല്ലേ കട്ട് ചെയ്ത് നമ്മളങ്ങനെ പിടിച്ച് വനം വകുപ്പ് നമ്മളെല്ലാം കൂടെ ചേർന്ന് പിടിച്ച് നമ്മളെ ഗ്ലാസ് ഈ പൈപ്പിനകത്ത് പൈപ്പ് ചെറിയ പീസ് വെട്ടിയിട്ട് അതിന് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്യും. നമ്മൾ 50 ദിവസം പീസ് അതിൽ കൊത്തിച്ചിട്ട് മറുവശത്തൂടെ നൈറ്റ് കട്ടർ ഇട്ട് പല്ലിനെ അത് ചത്തുവോ? അത് കുറച്ച് കഴിയുമ്പോൾ ചത്തു. പത്രത്തിൽ എല്ലാ പാമ്പും പിടിക്കുന്നതാണ്. നമ്മൾ ദിവസം 5-6 എണ്ണം പിടിക്കുന്നതാണ്. അല്ല പത്രത്തിൽ യാദൃശ്യമായിട്ട് ഫയർഫോഴ്സുകാരൊക്കെ വിളിക്കണമെങ്കിൽ അവർ പത്രം അങ്ങനെ ഫോട്ടോ കൊടുക്കാനൊക്കെ അവർക്ക് അറിയാം. ഇവിടത്തെ പത്രക്കാർക്കെല്ലാം അറിയാം. അവര് പലവണമൊന്നും അപ്പുറത്തെ ഒരു ഡോക്ടർ ഇതിനെ നമ്മൾ അങ്ങോട്ട് ഇതിനെ പിടിച്ച ആളെന്ന് പറഞ്ഞാൽ ഞാനാണിപ്പോ ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നോണ്ട് അതിന് ശത്രു ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഓടിച്ചാൽ പിന്നെ അതിന് പോകാമെന്നുള്ളൊരു വിശ്വാസമാണ്. അതിനെ പോകാൻ 2 പ്രാവശ്യം പോകാൻ ശ്രമിച്ചു നോക്കും. അതങ്ങോട്ട് നീങ്ങി പോകാൻ നമ്മൾ വീണ്ടും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിൽക്കും? പിന്നെ ആളിനെ ഓടിച്ചിട്ടേ അത് പോകും. ഈ മൂർഖനെ മറ്റു പാമ്പുകളൊക്കെ മൂർഖനും രാജവെമ്പാലയും പിന്നെ ഭയങ്കര അറ്റാക്കിങ്. അതായത് മൂർഖന് മാത്രമേ ഇങ്ങനെ പത്തിയും ഈ അടയാളം കാണും. നമ്പർ വേറെ ഉണ്ടല്ലോ. ഓ പുള്ളിയുടെ പട്ടാളത്തിൽ വന്നു. ആ നമ്പർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഉള്ളതാണ്. അന്നേരം പിന്നെ നമുക്ക് പക്കലെ അടുത്തൊക്കെ ഉള്ളതല്ല. അങ്ങനെ ഞാൻ സ്ഥലം നോക്കിയില്ല. സുരേഷ് വന്ന ആര് വന്ന അല്ല ഇങ്ങനെ പത്രത്തിൽ നമുക്കിപ്പം വർക്കലാമ തൊട്ടടുത്ത് വരുന്നല്ലേ എഴുതിയിടാക്കൂ. തിരുവനന്തപുരത്ത് ഒരാളുണ്ട് സുരേഷ്. നമ്മള് 2 പേരേ ഉള്ളൂ. ഫയർഫോഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിൽ വിളിച്ചാൽ അവർ എപ്പോഴും നമ്പർ ഫയർഫോഴ്സിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാലും അവിടെ 2 സ്ഥലത്ത് എന്റെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലേ. ഈ വർക്കല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ അവിടെ ഫയർ സ്റ്റേഷനിലാണ്.
ഇങ്ങനെ